ഹായ് കൂട്ടുകാരെ. ഇപ്പോൾ നമ്മൾ ഭയങ്കര ചൂടാണ്, എവിടെ പോയാലും ചൂടാണ്. നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് സേലം പോയായിരുന്നു. സേലം പോയിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ അപ്പാ, അതുപോലെ വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കയറുന്ന പോലെയാണ് 24 മണിക്കൂറും അവിടെ നിന്ന്. രാത്രിയിലാണേലും അങ്ങ് ചൂട്, പകലാണേലും ചൂട്. നമ്മൾ എ സി ഇട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്നിച്ച് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച പോലെ അങ്ങാകുന്നു. അതുപോലെ വെയിൽ. എനിക്ക് തോന്നുന്നു അതിൻ്റെ പകുതി ഇല്ലെന്ന്. ഇവിടെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂട് സേലത്താണ്. രണ്ടാമത് തഞ്ചാവൂരെന്ന് എങ്ങാണ്ട് പറയുന്ന കേട്ട്, അത്രേ അറിയാം. സേലമാണ് ഏറ്റവും കൂടിയ ചൂടെന്നറിഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാന്നില്ല. അപ്പം നമുക്ക് വെള്ളം കുടിച്ചു 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 മടുത്തങ്ങ്. അപ്പം ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. നമുക്ക് ചെമ്പരത്തിപ്പൂ വെച്ച് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നാരങ്ങ വെള്ളം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മരുന്നും കൂരിനും ഒന്നും ഉള്ളതല്ല, എൻ്റെ ചെടിയേറെ പൂവാണ്, ഞാൻ പറിച്ച പൂവാണ്. ഇതിനു മുമ്പ് ഞാൻ റോസാപ്പൂ വെച്ച് ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചായിരുന്നു. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. പൂ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു സോസ് പാനകത്തോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ചാൽ മതി. ഇതിലൂടെ തിളയ്ക്കാനായിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തിപ്പൂ അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. പൂവിൻ്റെ കളറൊക്കെ മാറിയ കണ്ടോ. ഇതിനെ ഒന്ന് തണുക്കണേ. ഇപ്പം നമുക്കിതിലേക്ക് വേണ്ടി നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് നാരങ്ങ ഞെക്കി വെച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ നാരങ്ങക്കകത്തോട്ട് തന്നെ പഞ്ചസാര ഇട്ടങ്ങ് അടിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ മിക്സി ജാർ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ അതിനകത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുവെച്ച് സ്പൂണ് വെച്ച് നമുക്ക് നാരങ്ങ ഇങ്ങനെ അടിച്ചെടുക്കാം. നമ്മുടെ നാട്ടിലെ സാധാരണ മാടക്കടയിലൊക്കെ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഗ്ലാസ്സിനകത്തോട്ടായിരുന്നു പിഴിഞ്ഞത്. ഞാൻ അതിനകത്തിട്ട് തന്നെ അങ്ങ് അടിക്കുക. വേറെ പാത്രത്തിനകത്തോട്ട് ഞാൻ മാറ്റിയിട്ടില്ല. ഇത് നോക്കാം. ഇങ്ങനെ ഇതൊക്കെ ഇപ്പൊ അടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ ഓർമ്മയാണ് വരുന്നത്. എൻ്റെ അമ്മയുടെ ചേച്ചിക്ക്, ഞാൻ സുപ്പമ്മയെന്നാണ് വിളിക്കുന്നത്, ചേച്ചിക്കാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ചേച്ചിയേ ഉള്ളൂ, അവർ ആങ്ങളമാരൊന്നും ഇല്ല. അപ്പം പിന്നെ ഞങ്ങളുടെ പേരപ്പനാണെങ്കിൽ മിലിറ്ററിയിലായിരുന്നു, അവിടുന്ന് റിട്ടയർ ആയ മനുഷ്യനാണ്. അപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമില്ല, എന്നാലും ഒരു ചെറിയ മാടക്കടയൊക്കെ ഇട്ട് പുള്ളി നാട്ടിൽ അങ്ങനെ കച്ചവടത്തിലിരിക്കും, ചുമ്മാ അത് ടൈം പാസിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സുപ്പമ്മയെ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല, കടയിലായിരിക്കും എന്ന് പറയും. അന്നേരം ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ സുപ്പമ്മ ഇങ്ങനെ നാരങ്ങ വെള്ളം അടിച്ചു തരും എനിക്ക്. ഇങ്ങനെ ഞാനപ്പോൾ അതിപ്പോൾ ഓർക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഞ്ചസാര അങ്ങ് പൊടിച്ചു വെക്കും. അവർക്ക് കടയല്ലേ, അപ്പോൾ ഏറെ വേണമല്ലോ. അപ്പോൾ എന്നോട് പറയുമോ, ഞാൻ ചോദിച്ചു സുപ്പമ്മ എന്തിനാ ഇങ്ങനെ പഞ്ചസാര പൊടിച്ചു? നേരം പറഞ്ഞു മോനെ അപ്പോൾ പെട്ടെന്ന് കലങ്ങി കിട്ടുമെന്ന് പറഞ്ഞു. നേരെ അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറേ നേരം അടിച്ചിട്ട് ഇതങ്ങോട്ട് ഇതാകുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്കത് ഗ്ലാസ്സിനകത്തോട്ട് പകരാം. 2 ഗ്ലാസ് മതി, അതിന് കാരണം അങ്ങനെ ഒഴിച്ചേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂ വെള്ളം. ബാക്കി നമുക്ക് പച്ചവെള്ളം, നമ്മുടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ നാരങ്ങ വെള്ളത്തിന്റെ കളറേ മാറിയില്ലേ. ഇപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ബാലൻസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം, ഐസ് വാട്ടറും കൂടെ. പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതുകൊണ്ടായിരുന്നു ഇതിനകത്തോട്ട് ഒഴിച്ചത്. നോക്കൂ കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ നാരങ്ങ വെള്ളത്തിന്റെ കളറേ മാറിയില്ലേ. ചെമ്പരത്തിപ്പൂ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതല്ലേ, അപ്പൊ നമ്മളത് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ
കുതിർത്ത് വെച്ചേക്കുന്ന ഇച്ചിരി ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം, ചേർക്കാം. അപ്പോൾ അടിപൊളി ഒരു നാരങ്ങ വെള്ളമായില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും, കളറും ഒക്കെ ആയിട്ട്. നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.